എല്ലാ പ്രേക്ഷകർക്കും ഗുരുപ്രിയ ടിവിയുടെ വ്യക്തിയും വ്യക്തിത്വങ്ങളും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി എന്ന് പറയുമ്പോൾ നമ്മൾ ആരും ദൂരദർശൻ മറന്നിട്ടില്ലല്ലോ അല്ലെ. ഒരു കാലത്ത് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ചാനലായിരുന്നു ദൂരദർശൻ. ദൂരദർശൻ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. അപ്പൊ ദൂരദർശൻ ചാനലിലൂടെ ഒരുപാട് കുക്കറി ഷോസ് ഒക്കെ ചെയ്ത്, അതുപോലെ തന്നെ ഏഷ്യാനെറ്റിലും അങ്ങനെ കലാ സാമൂഹിക പ്രവർത്തനങ്ങളിൽ പരിചയമായിട്ടുള്ള ലൈല മാഡാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പൊ നമുക്ക് മാഡത്തിനെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ മാം. അപ്പൊ മാഡം ഒരു ഗായിക കൂടിയാണല്ലോ, നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാൻ പറ്റും? നല്ല കണ്ടീഷൻ അല്ല, അത് കുഴപ്പമില്ല. മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ, താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമേത്തയിലുരുണ്ടും. മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ, ചന്ദനക്കട്ടിലിൽ പാതിര വിരിച്ചിട്ട വേർഡ്സൊക്കെ മറന്നു കേട്ടാ. മാഡം നന്നായിട്ട് പാടി. പിന്നെ ഒരു 20 years ബാങ്കിങ് മേഖലയിലായിരുന്നല്ലോ, ആ സമയത്ത് എങ്ങനെയാണ്? 35 years ബാങ്കിലായിരുന്നു. 35 years. അപ്പൊ ആ ഒരു സമയത്തെ കലാപ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എന്തോ ഭാഗ്യം, എന്റെ ഭാഗ്യം ഉണ്ടായിരിക്കുന്ന അവിടെ കല കൊണ്ടുവന്ന് നിർത്തേണ്ടി ഒന്നും വന്നിട്ടില്ല. ശരി, ഞങ്ങളുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറായിരുന്നു. ലാസ്റ്റിലാണ് പിന്നെ SBIയിലോട്ട് മാറി ചെയ്തത്. അപ്പൊ അവിടെ ശരിക്കും കല ആക്ടിവിറ്റീസ്, കലക്ക് വേണ്ടിയിട്ട് മാക്സിമം ഞങ്ങൾക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. ധാരാളം ഇതാണ്, പാട്ടിനായിരുന്നാലും സ്പോർട്സിനായിരുന്നാലും എല്ലാത്തിനും. അപ്പൊ ഞങ്ങൾക്ക് അവിടെയുള്ള പ്രോഗ്രാംസിനൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ തിരുവാതിരയും ഡാൻസും പാട്ടും എല്ലാം അത് വളരെ സജീവമായിരുന്നു. വളരെ നല്ലതായിരുന്നു. ഞങ്ങളുടെ ഹെഡ് ഓഫീസും ഒക്കെ ഇവിടെ തന്നെയാണല്ലോ, ട്രിവാൻഡ്രത്ത് തന്നെയാണല്ലോ. അപ്പം ശരിക്കും എല്ലാ സോണി എന്നുള്ള കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ഇവിടെ വന്നിട്ട് ഫൈനലില് ബാങ്ക് ഫസ്റ്റ് ഒക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ബാങ്ക് ഫസ്റ്റ് ഒക്കെ വലിയൊരു ആഘോഷമായിരുന്നു. നമ്മുടെ സ്കൂൾ കലോത്സവം പോലെയും കോളേജിലെ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ പോലെയൊക്കെ ഉള്ള അതേ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതേ ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഇപ്പോഴും ഇങ്ങനെയുള്ള ഓർഗനൈസേഷനൊക്കെ ഉണ്ട്. പിന്നെ സീനിയർ ഈവൻ പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അപ്പൊ അതിലിപ്പോ ഞാൻ മെമ്പറാണ്. 50+ ഉള്ളവർക്കുള്ള ആക്ടിവിറ്റീസ് നടത്തുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല തിരക്കാണ്. അല്ല, ആ സമയത്ത് ബാങ്കിങ്ങിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വേറെ എന്തെങ്കിലും നാടകം അല്ലെങ്കിൽ അല്ല ചെയ്യുമായിരുന്നു. ബാങ്കിന് വേണ്ടിയിട്ട് ഞങ്ങൾ അല്ലാതെ പുറത്തു പോയി ചെയ്യാൻ ഞങ്ങൾക്ക് സമ്മതിക്കത്തില്ല, പെർമിഷൻ കിട്ടത്തില്ല. പക്ഷെ അന്നൊക്കെ ഞാൻ ചാനലിൽ ചെയ്തത് ബാങ്കിന്റെ പെർമിഷനോടെ ആയിരുന്നു. ബാങ്കിന്റെ പെർമിഷൻ ഇല്ലാതെ ഞങ്ങൾ വെളിയിൽ പോയി പെർഫോം ചെയ്യാൻ പാടില്ല. MG ശിവകുമാർ എന്റെ കൂടെ വർക്ക് ചെയ്തതാണ്, ഞങ്ങളായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്തതാണ്. അപ്പൊ ശ്രീകുട്ടനെ അന്ന് ബാങ്ക് അവസാനം റിസൈൻ ചെയ്യേണ്ടി വന്നല്ലേ. അപ്പൊ അത് സമ്മതിക്കത്തില്ല. പ്രത്യേകിച്ച് ഏണിംഗ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ആ സെക്ടറിൽ നമുക്ക് ഏണിംഗ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂഷൻ അത് അലവ് ചെയ്യത്തില്ല. അത്രയേ ഉള്ളൂ. അപ്പം ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്ത സമയത്ത് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ട്. ബാങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് അവിടെ ഇരുന്ന് തന്നെ ഞാൻ ധാരാളം സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുകയായിരുന്നു. ഞങ്ങൾക്കൊരു സോഷ്യൽ സർക്കിൾ ഉണ്ടായിരുന്നു. ബാങ്കിൽ സോഷ്യൽ സർക്കിളിന് വേണ്ടിയിട്ട് ഒരു സെക്ടർ തന്നെ ഉണ്ടായിരുന്നു, ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു, CSP എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ അതിൻ്റെ കീഴിൽ ഞങ്ങളുടെ ഒരു കാരുണ്യ സോഷ്യൽ സർക്കിൾ ഉണ്ടായിരുന്നു. കാരുണ്യ സോഷ്യൽ സർക്കിളിൻ്റെ ലീഡറായിരുന്നു ഞാൻ. അപ്പോൾ അന്ന് ആ സമയത്ത് ഞാൻ അടുത്ത നെക്സ്റ്റ് ഹെഡ് ഓഫീസിൻ്റെ അടുത്തുള്ള ഒരു ബ്രാഞ്ചിലായിരുന്നു. അപ്പോൾ ആ ബ്രാഞ്ചിൽ ഇങ്ങനെ സ്വീപ്പേഴ്സ് ഒരു 10-50 സ്വീപ്പേഴ്സ് ഉണ്ട് ഹെഡ് ഓഫീസിൽ. ഒന്നും അറിയത്തില്ല, ഒരു വര മാത്രം വരയ്ക്കാൻ അറിയുള്ളൂ, സിഗ്നേച്ചർ ഒരു അക്ഷരം എഴുതാനൊന്നും അറിയത്തില്ല.
അവരിങ്ങനെ വിഡ്രോവൽ ഫോമിൽ ഇങ്ങനെ ഒരു വര വരച്ചിട്ട് വരും. അവർ പറയും ഞങ്ങൾക്കൊന്നും എഴുതാൻ അറിയാഞ്ഞിട്ട് ഞങ്ങൾ പൈസ കൊടുക്കാനുള്ളവരൊക്കെ വന്ന് ഏതെങ്കിലും എമൗണ്ട് ഒക്കെ എഴുതി എടുക്കുന്നു, വേണം ഞങ്ങൾ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സങ്കടമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്തതല്ലേ, അതിന്റെ ബുദ്ധിമുട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അത് വായിക്കാനും എടുക്കാനും നിങ്ങൾക്ക് തന്നെ ഫില്ല് ചെയ്യാൻ പറഞ്ഞുകൂടാത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പഠിപ്പിച്ചു തരാം, വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അവര് 10-50 ലേഡീസ് ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കേ. ഇവര് അത്രയും പേർക്ക് ഞാൻ രാവിലെ ഫാമിലി കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടിട്ട് 9:30 ബാങ്കിൽ കയറണം. അതിന് മുമ്പ് ഒരു 8:30 ഞാൻ ഓടി പഠിച്ചു വരുമ്പോ ഇവര് സ്വീപ്പിങ് ഇതെല്ലാം കഴിഞ്ഞു, ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് അവര് റെഡി ആയിരിക്കും. ഇവർക്കുള്ള ബുക്സും എല്ലാം ഞാൻ തന്നെ മേടിച്ച്, ഇവർക്കുള്ള ടെക്സ്റ്റും ബുക്കും എല്ലാം മേടിച്ചിട്ട് ഇവർക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു. ബോർഡ് വെച്ചിട്ട് എല്ലാവരെയും രാവിലെ ഇരുത്തി പഠിപ്പിച്ചിട്ട് 4th സ്റ്റാൻഡേർഡ് വരെ പഠിപ്പിച്ചു. 4 വർഷം പഠിപ്പിച്ചിട്ട് 4th സ്റ്റാൻഡേർഡിൽ എക്സാമിനെ കൊണ്ട് എഴുതിപ്പിച്ചു. ഗാന്ധി ഭവനിൽ വന്നിട്ട് അങ്ങനെ അവരെല്ലാം അറേഞ്ച് ചെയ്ത് തന്നു. 4th സ്റ്റാൻഡേർഡിലെ ഇവരെല്ലാവരും പാസ്സായിരുന്നു. നല്ലവണ്ണം എഴുതാൻ പഠിച്ചത്. ദിവസമൊക്കെ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കും പോലെ ആയിരുന്നു. ഇങ്ങനെ കൈ പിടിച്ച് ഒന്നും അറിയത്തില്ല, കൈ വളയത്തില്ല. ഒന്നാമത് കുറച്ചും കൂടെ ഇരുന്നു. പിന്നെ മടിയാ, ഭയങ്കര മടിയാ. ഇനി എന്താന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇരുന്ന് പഠിപ്പിച്ചിട്ട് ഇവരെ എഴുതിപ്പിച്ചു. പിന്നെ അതിൽ കുറച്ച് കുട്ടികളൊക്കെ സ്ത്രീ വലിയ എന്റെ അമ്മയുടെ ഒക്കെ പ്രായമുള്ളവര്. അപ്പൊ അവരൊക്കെ പറയും വേണം ഞങ്ങൾക്ക് ഇംഗ്ലീഷ് കൂടെ പഠിച്ചാൽ കൊള്ളാന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ പറയുന്നവർക്ക് വേണ്ടിയിട്ട് കുറെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഒക്കെ പഠിപ്പിച്ചു. പിന്നെ അതിൽ 2 പേര് പ്രൊമോഷനൊക്കെ മേടിച്ച് പോയി. അവര് ബോഡി പഠിച്ച് പഠിക്കുമ്പോഴത്തേക്കും ചോദിക്കുകയും ലൈല മേഡമാണ് ഞങ്ങളുടെ ദൈവം. പിന്നെ ഒന്നും വായിക്കാൻ അറിഞ്ഞൂടാത്തവര് നോവലും മാഗസീനൊക്കെ പിടിച്ച് വായിക്കും. കയ്യിൽ ഇങ്ങനെ മംഗളം ഇങ്ങനെയുള്ള കാഴ്ചപ്പതിപ്പുകളൊക്കെ കൈ പിടിച്ചോണ്ട് വരിക. അത് ശരിക്കും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു എനിക്ക്. മെന്റലി ഉള്ള കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരെ അറിയിക്കാതെ ചെയ്തതാണ്. പക്ഷെ അറിഞ്ഞാതെ വന്ന് പിന്നെ ഞാൻ MD ഒക്കെ അറിഞ്ഞു. പിന്നെ പറഞ്ഞു വേണ്ട ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് വെളിയിൽ പോലും വന്നിട്ട് എല്ലാ എക്സ്പെൻസീവാണ്. ഇവർക്ക് ദിവസം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ എന്റെ ബുക്ക് കാണാനില്ല, എന്റെ പെൻസിൽ കാണാനില്ല, എന്റെ പെൻ കാണാനില്ല. ഡെയിലി എനിക്ക് ഇങ്ങനെ പ്രൊഫഷണലാക്കി പോലെ മഞ്ഞു കൊടുക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ വലിയ മനസ്സിന് ഭയങ്കര ഇപ്പോഴും അവരെ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാല് ഒരു ഓടി വരുന്നയോ വേണം ഞങ്ങൾക്ക് ജീവിതം തീർച്ചയായിട്ടും. ഞാൻ ഈ 2 ദിവസം മുമ്പ് ഞാൻ ഒരു ബ്രാഞ്ചിൽ പോയി, പൂജപ്പുര ബ്രാഞ്ചിൽ പോയപ്പോഴും ഇവിടെ ക്യാഷിലിരിക്കുക ഒരു ചന്ദ്രിക എന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് അങ്ങ് കെട്ടിപ്പിടിക്കുക. അപ്പൊ എനിക്കറിയാം, എനിക്ക് ഇവരെല്ലാവരും അറിയാം. അവിടുന്ന് പിന്നെ പബ്ലിക് അവര് ഇവരൊക്കെ ഞാൻ അതിച്ചേക്കോ അങ്ങനെ ഇതെന്തോന്ന് ഇവിടെ 10 ഇറങ്ങി വന്നോ വേണമാണ് ഞങ്ങൾക്ക് ജീവിതം. ഞാനൊക്കെ ഇവിടെ ഇരിക്കുന്നത് വെള്ളം കയറണോട്. അപ്പൊ അതൊക്കെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് ശരിക്കും. നമുക്ക് മനസ്സിന് കിട്ടുന്ന സന്തോഷമാണ് എനിക്ക് നിലനിൽക്കുന്നതല്ലേ. നമ്മൾ എന്തെങ്കിലും നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിയുന്നതിൽ അർത്ഥമല്ല. തീർച്ചയായിട്ടും നമുക്ക് കഴിയാവുന്ന ഹെൽപ്പുകളൊക്കെ ചെയ്യുക. അതാണ് ഇപ്പോഴും എനിക്കത്. ഇപ്പോഴും ആൾക്കാർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്, അറിഞ്ഞ് ചെയ്യാറുണ്ട്. എന്നാൽ കഴിയുമെങ്കിൽ ഞാൻ അവിടെ പോയി തന്നെ ചെയ്യാറുണ്ട്. അതൊക്കെ പറയാറില്ല. മാം ഇപ്പൊ ഒരുപാട് കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ്സസ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു കാലഘട്ടത്തില് കുട്ടികൾക്ക് വായന എന്നുള്ള ഒരു സംഭവം ഭയങ്കര കുറവാണ്. എനിക്ക് തോന്നുന്നു 24 മണിക്കൂർ കിട്ടിയ അത്രയും ടൈം മൊബൈലിലായിരിക്കും ഉണ്ടാവുക. അപ്പം അതിനെ പറ്റിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു പ്രേക്ഷകർക്കൊരു ഞാൻ പറഞ്ഞ ഒരു ചാനലുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അത് മോട്ടിവേഷൻ ക്ലാസ്സസ് ഞാൻ കുറെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കാനുള്ള പ്രചോദനം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാങ്കിലിരിക്കുമ്പോൾ ഞങ്ങൾ കിൻഡിൽ ടീംസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു പ്രോഗ്രാം എല്ലാ വർഷവും നടത്തും. ആ കിൻഡിൽ ടീംസിന് 8, 9, 10, +1 ഇത്രയും സ്റ്റുഡൻസ് ഓരോ സ്കൂളിൽ നിന്നും ഒരു മിടുക്കരായിരിക്കും. പക്ഷെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള കുട്ടികൾ, അപ്പൊ ടീച്ചേഴ്സിനെ പെട്ടെന്ന് കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള കുട്ടികളെ സ്കൂളിൽ നിന്ന് കൊണ്ട് അയക്കുകയാണ് ഒരാഴ്ച. അപ്പൊ അവർക്ക് അന്ന് ആ സമയങ്ങളിൽ അവർക്ക് ക്ലാസ്സിൽ പോകേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ബാങ്കിൽ തന്നെ അവരുടെ ഫുഡും എല്ലാം ഞങ്ങൾ തന്നെയാണ് നോക്കുന്നത്. പക്ഷെ ഈവനിങ് ആവുമ്പോൾ പാരന്റ്സ് വിളിച്ചോണ്ട് പോകും. അവിടെ താമസിക്കേണ്ട കാര്യമല്ല. അപ്പൊ ഇവിടെ ഉണ്ട് എല്ലാ സ്കൂൾസിനെ. അപ്പൊ അതിനൊക്കെ ക്ലാസ് എടുക്കുമായിരുന്നു, മോട്ടിവേഷൻ ക്ലാസ്സസ് ഒക്കെ എടുക്കും. അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ഇതിന്റെ അകത്ത് ഒതുങ്ങി നിൽക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ഒന്ന് വെളിയിലോട്ടൊന്ന് എല്ലാവർക്കും ഒരു അവയർ ആവാൻ വേണ്ടിയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് മോട്ടിവേഷൻ ക്ലാസ്സസ് ഞാൻ യൂട്യൂബിൽ കൂടെ ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അത്യാവശ്യം വേണ്ടുന്നുള്ളത് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ കുട്ടികളൊക്കെ തന്നെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ കുട്ടികൾ എന്ത് സമയം കിട്ടിയാലും അവർ പെട്ടെന്ന്
കാരണം എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ടല്ലോ. കുട്ടികളെ, ചെറിയ കുട്ടികൾ, ഞാൻ കൊച്ചുമോന്റെ സ്കൂളിൽ പോയപ്പോഴ് മോന്റെ അത്രയുള്ള എല്ലാവരുടെ കയ്യിൽ ഇരിപ്പുണ്ട് മൊബൈല്. ഞാൻ ഈശ്വര, ശരിക്കും പാരന്റ്സ് കൊടുത്തു വിട്ടിരിക്കുക. പാരന്റ്സിന്റെ അടുത്ത് പറയുമ്പോൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഉത്തരം എന്താണെന്ന് പറയും, എന്റെ കുട്ടി എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയണമെങ്കിൽ ഞാൻ മൊബൈൽ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ആൻസർ ചെയ്ത് ഞാനിപ്പോൾ വെളിയിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് വിട്ടു വന്ന് ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ. പണ്ടൊക്കെ നമ്മൾ എങ്ങനെയാണ്, ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ ടീച്ചേഴ്സ് നിൽക്കാൻ പറയുമ്പോൾ അവിടെ നിൽക്കും. അന്ന് മൊബൈലൊന്നും ഇല്ലായിരുന്നല്ലോ. ഇന്ന് ഇത് ഇത്രയും സൗകര്യം ഉണ്ടായിട്ട് കുട്ടികളെ കാണാനില്ല, കുട്ടികളെ പിടിച്ചോണ്ട് പോയി, ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ഈ മൊബൈല് കൊണ്ട് കുട്ടികളെ വഴിതെറ്റാനുള്ള ചാൻസസ് കൂടുതലാണ്. ഏറ്റവും കൂടുതൽ വഴിതെറ്റാൻ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ മൊബൈലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം വളരെ വ്യത്യാസമാണ്. എന്ന് വെച്ചാൽ നമ്മളെയും കാട്ടി എക്സ്പെർട്ടാണ് കുട്ടികൾ. മൊബൈലിൽ എന്തൊക്കെ ആപ്പ് ചെയ്യാം, എന്തെല്ലാം ആപ്പിൽ പോവാൻ നോക്കാം, എല്ലാം കുട്ടികൾക്ക് മനസ്സിലാവും. നമ്മളെയും കാട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള ബ്രെയിൻ ആണ് അത്. നമ്മൾ അവർക്ക് ചോദിച്ചാൽ പഠിക്കുന്നത്, ഇത് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത്. അപ്പൊ അവർക്ക് മൊബൈലിൽ എന്തെങ്കിലും കാരണവശാൽ അവർക്ക് വീഡിയോ ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രസൻസിൽ തന്നെ നമ്മൾ അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ കുട്ടിയെ കൊടുത്താൽ കുറെ നേരം ശല്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. അതുപോലെ കുട്ടി ഒറ്റയ്ക്ക് കൊണ്ടുപോയി മൊബൈലുള്ള റൂമിൽ പോയിരുന്ന് മൊബൈൽ കളിക്കാൻ സമ്മതിക്കരുത്. നമ്മൾ അടുത്തിരുന്ന് മൊബൈൽ വിളിച്ചോട്ടെ. നമ്മൾ ടി വി ആണെങ്കിൽ, നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ മോനെ നമ്മുടെ നോട്ടം തീർച്ചയായിട്ടും അതിലുണ്ടായിരിക്കും. കാരണം ഏത് സൈറ്റാണ് നോക്കുന്നത്, എന്താണ് നോക്കുന്നത്, എന്താണ് കളിക്കുന്നത്, നമ്മുടെ അറിവ്. ഇത്ര സമയം പറയാം, 1 മണിക്കൂർ തരാം, 1 മണിക്കൂർ നിങ്ങൾ കുട്ടി തിരിച്ച് തന്നിരിക്കണം ഫോണ്. അങ്ങനെയുള്ള റെസ്ട്രിക്ഷനും നമ്മൾ വയ്ക്കുകയാണെങ്കിൽ എന്തെല്ലാം കാര്യം. രാവിലെ വരുന്ന ന്യൂസ് പേപ്പേഴ്സ്, കുട്ടിയുടെ റീഡിങ് ഹാബിറ്റ് ഇപ്പൊ ഇല്ല. ടി വി മൊബൈൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ പണ്ട് ഇപ്പോഴും ന്യൂസ് പേപ്പേഴ്സ് വരുന്നുണ്ട്. ന്യൂസ് പേപ്പേഴ്സ് നമുക്ക് വായിക്കും. അപ്പൊ നമ്മളെ പണ്ട് അങ്ങനെ ശീലിപ്പിച്ചതുകൊണ്ട് നമുക്ക് ന്യൂസ് പേപ്പർ വായിക്കാതിരിക്കാൻ പറ്റും. ഇപ്പൊ ഏത് കുട്ടിയാണ് ന്യൂസ് പേപ്പർ വായിക്കുന്നത്? പണ്ടൊക്കെ എന്റെ അച്ഛനൊക്കെ ശരിക്കും ന്യൂസ് പേപ്പർ ഹിന്ദു എടുത്ത് തന്നിട്ട് പറയും, കുറെ വൊക്കാബുലറി എഴുതാൻ പറയും. നീ അത് നിനക്കറിയാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം എഴുതി വെക്കാൻ പറയും. എഴുതി വെച്ചതിന് ശേഷം ഡിക്ഷണറി നോക്കി അതിന്റെ മീനിങ് കൂടെ എഴുതി വെക്കാം. അപ്പൊ നമ്മുടെ മനസ്സിൽ വൊക്കാബുലറി. അപ്പൊ അതൊക്കെ ഇപ്പോഴും കുട്ടികൾ ചെയ്യേണ്ടതാണ്. അവര് വായിക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് നല്ല നല്ല ബുക്സ്, അവർ വായിക്കുന്ന ബുക്സ് നല്ല ബുക്സ് ആയിരിക്കണം, നമ്മൾ തന്നെ മേടിച്ചു കൊടുക്കുക. അതുപോലെ നമ്മുടെ കുട്ടിയെ മാത്രമല്ല മറ്റുള്ള കുട്ടികളെ നന്നാക്കാൻ നമുക്ക് പറ്റും. ഒരു കുട്ടിയുടെ ഒരു ബർത്ത്ഡേക്ക്, മോൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ബർത്ത്ഡേക്ക് പോവുകയാണെങ്കിൽ അതിന് വരെ കുറെ സ്വീറ്റ്സും കുറെ ചോക്ലേറ്റ്സും മേടിച്ചു കൊടുക്കുന്നതിനായിട്ട് നല്ല ബുക്സ് കൊണ്ട് കൊടുക്കുക. ഏറ്റവും നല്ലതാണ്. പിന്നെ അവർക്കെന്ന് പറഞ്ഞാൽ ഇവിടെ കൊച്ചുമോനുണ്ട് കേട്ടോ, ഇവിടെ ഒരു ലൈബ്രറി പോലെ ഉണ്ട്. എന്തുമാത്രം US ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ എന്താ ബുക്സ് ആണ് കൊണ്ടുവരുന്നത്. കണ്ടില്ല ഇവിടെ നിന്ന് പുള്ളി നല്ലോണം വായിക്കും, ഇഷ്ടംപോലെ വായിക്കും, ബുക്സ് കെട്ടിണക്കിനാണ് വായിക്കുന്നത്. കുട്ടികൾക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ വായിക്കുന്ന ബുക്സും നല്ലതായിരിക്കണം. നമ്മൾ ചൂസ് ചെയ്ത് തന്നെ കൊടുക്കണം. അത് വേണ്ടത്. കുക്കിംഗ് തന്നെ ഇപ്പൊ കുട്ടികൾക്ക് കുക്കിംഗ് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അവധി ദിവസങ്ങൾ അവരെ എന്ത് ചെയ്യണം, നമുക്കൊന്ന് സ്കൂൾ അടയ്ക്കുന്ന അമ്മയ്ക്ക് വെച്ചിട്ടാണ് ദൈവമേ 2 മാസം എന്തെല്ലാം ചെയ്യിക്കാൻ, കുട്ടികൾക്ക് എന്തെല്ലാം പഠിപ്പിക്കാൻ. ഇപ്പോഴ് കുട്ടികൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞ ശേഷം നമ്മളവിടെ ആയിരിക്കത്തില്ല. കുട്ടികൾ എവിടെ പോയി പഠിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് തന്നെ അവരെവിടെ പോയി, ഏത് രാജ്യത്ത് പോയി. അപ്പൊ അവർക്ക് ശരിക്കും ഹാബിറ്റ്, ഒരു നല്ലൊരു കുക്കിംഗ് ഏറ്റവും നല്ലൊരു ആർട്ടാണ് അത് ശരിക്കും. എനിക്ക് കുക്കിംഗ് അറിഞ്ഞൂടാന്ന് പറയുന്നത് അതൊരു ക്രെഡിറ്റേ അല്ല. നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള കുക്കിംഗ്. ഇതിപ്പോ കുട്ടികളെ പോയി ഗ്യാസ് കത്തിക്കാന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്, അപകടമാണ്. അപ്പൊ ഒരു കാരണവശാലും അതിൽ നമ്മള് പിന്നെ ഇൻസിസ്റ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ അല്ലാതെ സാലഡ്സ് ഉണ്ടാക്കാം, സ്വീറ്റ്സ് ഉണ്ടാക്കാം, അങ്ങനെ നല്ല ഡ്രിങ്ക്സ് ഉണ്ടാക്കാം. ഈ ചൂട് സമയമല്ലേ, നല്ല നല്ല ഡ്രിങ്ക്സ് ഒക്കെ. അപ്പൊ കുട്ടികൾ അത് അവര് ചെയ്യുന്നതിനൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുക, അതിനെ കുറ്റം പറയരുത്. കുട്ടികൾ അവരുടെ അറിവ് അനുസരിച്ച് അവരുടെ കൊച്ചു കഴിവിൽ ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ കൂടെ ഹെൽപ്പ് ചെയ്തൊക്കെ ചെയ്യും. കുട്ടികൾ ഇപ്പോഴും കുക്കിംഗ് പഠിക്കാത്ത അറിയാം. പിന്നെ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിലും വൈഫ് ചിലപ്പോ 24 hours ചിലപ്പോ IT ഫീൽഡിലുള്ളവർ എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. വന്നതിന് ശേഷം ആ ഭാര്യ തന്നെ കുക്ക് ചെയ്ത് ഹസ്ബൻഡിനും കൊടുത്ത് കഴിക്കാൻ. അപ്പൊ അത് ഹസ്ബൻഡ് വൈഫ് കുക്കിംഗ് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. കുക്കിംഗ് സ്ത്രീകൾക്ക് മാത്രമെന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ പോയി കഴിഞ്ഞു. തീർച്ചയായിട്ടും എല്ലാവരും പഠിച്ചിരിക്കണം. എല്ലാവരും അവനവന് വേണ്ടിയിട്ട് പഠിച്ചിരിക്കണം. നമുക്കിപ്പോ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് എവിടെയൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങൾ പോകും, അവിടുത്തെ ഫുഡ് നമുക്ക് പിടിക്കുന്നില്ല. 2 ദിവസം വെളിയിൽ പോയി കഴിക്കാം, 3-ാമത്തെ ദിവസം കഴിയുമ്പോൾ വയറിന് പണി കിട്ടും, ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള നമുക്ക് അത്യാവശ്യം വേണ്ടുന്നുള്ള കുക്കിംഗ്
ഒക്കെ പഠിച്ചിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള വീട്ടിൽ അമ്മയുടെ കറി നമ്മൾ പറയും, അമ്മയുടെ കറി കിട്ടിയിരുന്നില്ല, എന്തുകൊണ്ട് അമ്മയുടെ കറി പഠിച്ചോണ്ട് വന്നില്ല, അവർക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യം. അതുകൊണ്ടാണ് ഈ കുക്കിംഗ് ഫീൽഡിൽ എനിക്ക് വലിയൊരു പാഷനാണ്. ശരിക്കും കുക്കിംഗ് വലിയ ഇഷ്ടമാണ്. ശരിക്കും ഞാൻ കുക്കിംഗ് ചെയ്തിട്ട് നാഷണൽ അവാർഡ് കിട്ടിയായിരുന്നു. മറ്റേ പിന്നെ ഇത് ഞങ്ങളുടെ വെബ്സൈറ്റില്, ടൂറിസത്തിന്റെ വെബ്സൈറ്റിൽ ഞാൻ ചെയ്തപ്പോഴും കുക്കിംഗ് സെക്ടറിന് നാഷണൽ അവാർഡ് കിട്ടിയായിരുന്നു. അതിൽ മെയിനായിട്ട് പറഞ്ഞ ഹെൽത്തി ആയിട്ടുള്ള കുക്കിംഗ്, ഓയിൽ നമുക്ക് ദോഷമുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഓയിൽ, മൈദ അങ്ങനെയുള്ളതൊന്നും വളരെ കുറച്ചിട്ട് മൈദ കഴിയണത് യൂസ് ചെയ്യാതെ. അപ്പൊ ഞാൻ അങ്ങനെയുള്ള ആ ഒരു ഐറ്റംസിനാണ് എനിക്ക് ഇൻട്രസ്റ്റ്. മാമിന് കുറെ കുക്കിംഗ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതില് സിഗ്നേച്ചർ ഡിഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതെ, ഞാൻ കൊളക്കേശി അല്ലേ, കൊളക്കേശി എന്ന് പറഞ്ഞാൽ ചേമ്പ് നാടൻ സാധനങ്ങൾ വെച്ചിട്ട് കുക്ക് ചെയ്യും ഞാൻ. ഇപ്പൊ നമുക്ക് ചില്ലി ചിക്കൻ മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ ചില്ലി ഗോബി അറിയുള്ളൂ. എന്തുകൊണ്ട് കൊളക്കേശിയിൽ ചില്ലി കൊളക്കേശി വെച്ചിട്ട് ചെയ്യണം? ഇഷ്ടംപോലെ കിട്ടുന്നതാണ് ചേമ്പ്, കാച്ചില്, ഇങ്ങനെയുള്ള നമ്മള് കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്ന ഇങ്ങനെയുള്ള സാധനം, നാടൻ സാധനങ്ങൾ കൊണ്ട് സുഖമായിട്ട് ഇതേ ഡിഷസ് വയ്ക്കാൻ. എനിക്ക് ഡെക്കാൻ ക്രോണിക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ ഉണ്ടല്ലോ ഡെയിലി, അതില് അവര് വളരെ ഇതായിട്ട് ഒരു പേജ് വരെ അവര് എന്താ ഈ ചില്ലി കൊളക്കേശി വെച്ചിട്ട് അങ്ങനെയുള്ള കഴിയുന്ന. ഞാൻ സോസ് വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. അത് കോണ്ടിനെന്റൽ ഫുഡിന്റെ കൂടെ ഉണ്ടാക്കും. ഇവിടുത്തെ കുട്ടികൾക്ക് വേണമെങ്കിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളതിന് അതിലോട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. കഴിയണത് നാടൻ സാധനങ്ങള് ടേസ്റ്റി ആയിട്ടുള്ള നാടൻ സാധനങ്ങൾ വെളിച്ചെണ്ണയും തേങ്ങ ഇതൊക്കെ അതൊക്കെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് ഇപ്പൊ മനസ്സിലാവാൻ തുടങ്ങി. എനിക്ക് വലിയ ഇതായിരുന്നില്ല തേങ്ങ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടെ പറ്റി പറഞ്ഞ കോക്കനട്ട് ഓയിൽ കഴിച്ചതൊന്നും അല്ല. അതൊക്കെ നല്ല ഫാറ്റാണ്, ബോഡിക്ക് വേണ്ട ഫാറ്റാണ്. അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുന്ന നാടൻ സാധനങ്ങളുണ്ട് വെച്ചുള്ള. ഇപ്പൊ ഏത് നമ്മള് വലിയ വലിയ 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലിൽ പോയാലും കപ്പ കിട്ടും ഇല്ല. ഞങ്ങള് ഒരു കറേബ്യൻ പിന്നെ ഒരു ഷിപ്പിൽ പോയിരുന്നു. അവിടെ പോയി എല്ലാം കഴിഞ്ഞിട്ട് ഒരടുത്ത് വെച്ചിരിക്കുക, കഞ്ഞി വെച്ചിരിക്കുക. അത് കഞ്ചിന്നാ എഴുതി വെച്ചിരിക്കുന്നത്. കഞ്ഞി സൈഡിലിരിക്കുമ്പോ ഇത്രയും എന്തെല്ലാം നാഷണൽ നമ്മൾ എല്ലാ നേഷന്റെ ഫുഡ് വെച്ചിട്ട് അവിടെ കഞ്ഞി വെച്ചിട്ട് മുത്തോണി എന്ന് പറയുന്ന സാധനം ചെറിയ കുഴുവാന്ന് പറയും, അതിന്റെ ഉണക്ക കുഴുവ വറുത്തും വെച്ചിരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാനിപ്പോ ഇവിടെ പോയാലും US എന്റെ മോളുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഫോറിനേഴ്സ് വരെ റെക്കഗ്നൈസ് ചെയ്യും. അപ്പൊ അവരൊക്കെ അതിന്റെ മീനിങ് എന്താ, നമ്മുടെ ടൂറിസത്തിന്റെ കുക്കിംഗ് പേജ് ഒക്കെ അവര് നോക്കുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. അവർക്കറിയാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ, അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് എന്ത് വ്യത്യാസമാണ്. നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അവരുടെ സാൻഡ്വിച്ചും ഈ ബ്രെഡും മൈദയിലല്ലേ രാവിലെ തുടങ്ങുന്നത്, ബ്രെഡും സാൻഡ്വിച്ചസും ഇതൊക്കെ അല്ലേ. അതുകൊണ്ട് എല്ലാത്തിനും കുക്കിംഗ് അപ്പം വരും തലമുറയ്ക്കെങ്കിലും അത് ഗുണമായിരിക്കും. ഗുരുപ്രിയ ടിവിയിലെ വ്യക്തിയും വ്യക്തിത്വങ്ങളും എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയൊരു എപ്പിസോഡിലൂടെ കണ്ടുമുട്ടാം. നന്ദി.